കോൺഗ്രസ് ഞങ്ങളുടെ സമരത്തെ അഡ്ജസ്റ്റ്മെന്റ് സമരം എന്ന് വിളിച്ചു. ഞങ്ങളുടെ സമരത്തെ ആക്ഷേപിച്ചു. സവർക്കറുടെയും ഗോൾവാക്കറുടെയും ഫോട്ടോക്ക് മുന്നിൽ മുട്ടിലെഴിയുന്ന വി ഡി സതീശന് സമരത്തെ കുറിച്ച് എന്തറിയാം? കാലിന്മേൽ വീഴാനല്ലേ വി ഡി സതീശന് അറിഞ്ഞുകൂടോ എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. സമരത്തെ കുറിച്ച് വി ഡി സതീശന് എന്തറിയാം? സമരം എന്താണെന്നറിയുമോ? സമരത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയുമോ? സമരം ചെയ്ത ചരിത്രമുണ്ടോ ഈ പറഞ്ഞ വി ഡി സതീശന്? കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഇപ്പോ കഴിഞ്ഞ ദിവസം നേരത്തെ ചില ആളുകൾ വന്നിട്ട് ഇവിടെ ഒരു മാർച്ച് നടത്തിയിട്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു വ്യക്തിയെ എടുത്ത് അതിനകത്ത് കുറെ മഷി വരട്ടി ചോദിച്ചു. മഷിയിട്ട് നോക്കിയിട്ട് SFIയെ കാണുന്നില്ല. എന്താ പ്രശ്നം? ഇവന്മാരൊന്നും റോട്ടിലിറങ്ങാറില്ല, നാട്ടിലിറങ്ങാറില്ല, യൂണിവേഴ്സിറ്റി പോകാറില്ല, കോളേജിൽ പോകാറില്ല. എന്താ വിഷയം? ഈ പറഞ്ഞ KSU മൺമറഞ്ഞ സംഘടനയായി മാറിയിരിക്കുന്നു. മാത്രമല്ല മഷി ആവശ്യത്തിൽ കൂടുതൽ ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് എന്ന് ഞങ്ങൾക്ക് നല്ല ധാരണ കിട്ടിയിട്ടുണ്ട്. മഷിയും വെറ്റിലയുമായാണ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. KSUവിന്റെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, മഷിയും വെറ്റില. എന്നിട്ട് പറഞ്ഞു KSU SFI എവിടെയും കാണുന്നില്ല. KSU എന്താ വിഷയം? എന്താ വിഷയം? തങ്ങൾക്ക് സമരം ചെയ്യാൻ കഴിയുന്നില്ല, തങ്ങൾക്ക് നിലപാടില്ല, തങ്ങൾ RSSനോട് സന്ധി ചെയ്തിരിക്കുന്നു. തങ്ങൾക്ക് സെനറ്റും സിൻഡിക്കേറ്റിലും കുറച്ച് സീറ്റുകൾ കൊടുത്താൽ RSS മുട്ടിലിടയാൻ പറഞ്ഞാൽ അവർ കാൽ പോയി പിടിക്കുന്ന KSUവും കോൺഗ്രസും യൂത്ത് ലീഗും ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസും ഉള്ള നാട്ടിൽ മുട്ടുമടക്കാതെ RSSന്റെ മുന്നിൽ ഏതവസാനം വരെയും സമരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ 40ഓളം സഖാക്കൾ ഈ ഇരുമ്പ് കാരാഹൃതങ്ങളിലേക്ക് കടന്നുപോയ സംഘടനയുടെ പേരാണ് SFI എന്ന് തിരിച്ചറിഞ്ഞു വേണം സംസാരിക്കാൻ. 40 പേരാണ് ജയിലിൽ കടന്നത് ഈ ആഴ്ചകൾക്കിടയിൽ. യൂണിവേഴ്സിറ്റികളിൽ RSS നടത്തുന്ന സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള സമരത്തിന്റെ ഭാഗമായി, ആ സമരത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങൾ വിജയിക്കുന്ന കാലയളവാണ് മുന്നോട്ട് വരാൻ വേണ്ടി പോകുന്നത്. കേരളത്തിലെ സർവകലാശാലകളെ ഇല്ലാതാക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി സർക്കാർ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 60 ആവശ്യങ്ങൾ സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ആദ്യത്തെ ആവശ്യം ഇതാണെങ്കിൽ, രണ്ടാമത്തെ ആവശ്യം ഈ പറഞ്ഞ സർവകലാശാലകളിൽ മുഴുവനും, കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളിലും മുഴുനീള സമയമുള്ള മുഴുവൻ സമയ VCമാരെ അടിയന്തരമായി നിയമിക്കണം എന്നാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. അതോടൊപ്പം കേരളത്തിലെ സർവകലാശാലകളിലായി വിവിധങ്ങളിലായി ഉയർന്നു വരുന്ന ഗ്രാൻസ് വിഷയം, PhD വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയം, ഹോസ്റ്റൽ സംബന്ധിച്ചായിട്ടുള്ള വിഷയം, അങ്ങനെ ഓരോരോ വിഷയങ്ങളിലും അടിയന്തര സാഹചര്യമായി കണ്ടുകൊണ്ട് ഇടപെടാൻ സർക്കാർ തയ്യാറാവണം. അതിനുവേണ്ടിയുള്ള ഇടപെടൽ കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ടാകണം. ഈ ഇടപെടലുകൾ ഉണ്ടാവുന്ന ഘട്ടത്തിലും ഇവിടെ ആവശ്യപ്പെടാനുള്ളത്, സമര രംഗത്തായി സമരസജ്ജരായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന SFI ഈ കാലയളവിൽ മുന്നോട്ട് വെക്കുന്ന പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാൽവൽക്കരണം, അതിന്റെ ഉയർന്ന തോതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ജനകീയമായ സമരങ്ങൾ ഉയർന്നു വരണം. കേവലം SFIയുടെ സമരങ്ങൾ നോക്കി കൊഞ്ഞനം കുത്തുന്ന സംഘടനയായി KSU ഉൾപ്പെടെയുള്ള സംഘടനകൾ മാറരുത്. കേവലം ഏതെങ്കിലും രാഷ്ട്രീയ അധിക്ഷേപങ്ങൾക്ക് മാത്രം വഴിവിലങ്ങ് ഒതുക്കുന്നവരായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്ന വിദ്യാർത്ഥി സംഘടനകൾ മാറരുത്. മറിച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ തലമുറയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ആ ശക്തമായ നിലപാട് എന്നുള്ളത് രാജ്യത്തിന്റെ ഭരണഘടനയാണ്. രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സവിശേഷകരമായിട്ടുള്ള എല്ലാവിധ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് എല്ലാ വിദ്യാർത്ഥി സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്.